ശ്രീ ശാരദ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കേസിൻ്റെ വിധി 15 ദിവസങ്ങൾക്ക് ശേഷം ഒരു ദിവസം പറയാമെന്ന് പറഞ്ഞ് കോടതി പിരിച്ചുവിടുവാണ് കേട്ടോ. ഈ സമയം പോലീസുകാർ വിഷ്ണുവിനെയും കൂട്ടി അവിടെ നിന്നും പോകുവാണ്. അന്നേരം അർജുൻ അമീറിനോട് പറയണേ, കഴിഞ്ഞൊരു കേസിൽ അമീർ എന്നെ കുറേ വെള്ളം കുടിപ്പിച്ചതാ, പക്ഷേ ഈ കേസിൽ ഞാൻ തിരിച്ച് അമീറിനെ അതിൻ്റെ ഇരട്ടി വെള്ളം കുടിപ്പിക്കും, നമുക്ക് കാണാം എന്നും പറഞ്ഞ് അമീറും അവിടെ നിന്നും പോകുവാണ്. അങ്ങനെ പോലീസുകാരും വിഷ്ണുവിനെയും കൂട്ടി ജീപ്പിൻ്റെ അരികിലേക്ക് പോകുമായിരിക്കും. ഈ സമയത്തായിരിക്കും കേട്ടോ ബാമ വന്ന് വിഷ്ണുവിൻ്റെ കൈ പിടിക്കുന്നത്. മോനെ വിഷ്ണു അങ്ങനെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. അത് കാണുന്നതും ചന്ദ്രബോസ് പറയണേ, ഓ ഇനി ഇവരുടെ വക ഒരു കണ്ണീർ നാടകം കൂടി കാണണമല്ലോ എന്ന് പറഞ്ഞ് ജീപ്പിന് അങ്ങോട്ടേക്ക് നീങ്ങി നിൽക്കുവാണ്. പിന്നാലെ തന്നെ ശാലിനിയും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ശാലിനി വിഷ്ണുവിനെ വിളിക്കുക, വിഷ്ണു ഏട്ടാ. അന്നേരം വിഷ്ണു ചോദിക്കണേ, താൻ എന്നെ പുറത്തിറക്കാനായിട്ട് കുറേ ഓടുന്നുണ്ടല്ലേ, കുറേ കഷ്ടപ്പെടുന്നുണ്ടല്ലേ. അന്നേരം ശാലിനി പറഞ്ഞേ, നമുക്ക് വേണ്ടിയല്ലേ വിഷ്ണു ഏട്ടാ നമ്മളൊന്നിച്ച് ജീവിക്കുന്ന ആ ഒരു ജീവിതം സ്വന്തമാക്കാൻ വേണ്ടിയല്ലേ, അതിനുവേണ്ടി എത്ര കഷ്ടപ്പെടാനും ഞാൻ തയ്യാറാണ്. വിഷ്ണുവേട്ടൻ നോക്കിക്കോ, അടുത്ത കോടതി കൂടുന്നതിന് മുമ്പ് കാർത്തിക് എവിടെയാണെങ്കിലും ഞാൻ കൊണ്ടുവന്നിരിക്കും. എൻ്റെ വിഷ്ണുവേട്ടൻ ഞാൻ പുറത്തെത്തിച്ചിരിക്കും. എടോ, താൻ എന്നോട് കാണിക്കുന്ന ഈ സ്നേഹത്തിന് പകരമായിട്ട് എനിക്ക് തരാൻ സ്നേഹം മാത്രമേ ഉള്ളൂ. ആ സ്നേഹമാണെങ്കിൽ ഇപ്പോൾ ചങ്ങലകൾക്കുള്ളിലുമാണ്. അന്നേരം ശാലിനി പറയണേ, ആ ചങ്ങല പൊട്ടിക്കാനല്ലേ ഞാനിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആരൊക്കെ എന്തൊക്കെ തരത്തിൽ നമുക്കെതിരെ പ്രതിബന്ധങ്ങൾ മുറിക്കാലും നമ്മളതിനെല്ലാം ഒരുമിച്ച് നേരിടും. എൻ്റെ കണ്ണിൽ വിഷ്ണുവേട്ടനും വിഷ്ണുവേട്ടൻ്റെ കണ്ണിൽ ഞാനും ഉള്ളിടത്തോളം കാലം നമുക്ക് എല്ലാ പ്രശ്നങ്ങളെയും നേരിടാൻ പറ്റും. ഈ സമയം ചന്ദ്രബോസ് അങ്ങോട്ടേക്ക് വരിക. അതെ മാഡം, ഞങ്ങൾക്ക് പ്രതിനെയും കൊണ്ട് ജയിലിലേക്ക് തിരിച്ചു പോകണം. മാഡം ഗർവിച്ചിട്ടൊന്നും കാര്യമില്ല. മാഡത്തോടുള്ള പ്രത്യേക പരിഗണന കാരണം ഇത്ര സമയമെങ്കിലും ഞങ്ങൾ അനുവദിച്ചത്. ഇതിപ്പോൾ അങ്ങനെയാണോ? അമ്മയും മുത്തശ്ശിയും ചുറ്റുമേ എല്ലാവരും കൂടി വട്ടം കൂടി നിൽക്കുമല്ലേ, ഞങ്ങൾ കൊണ്ട് ഇത്രയൊക്കെ പറ്റും മാഡം. എടോ വാടോ, ഇവനെ വിളിച്ചോണ്ട് വാ എന്നും പറഞ്ഞ് വിഷ്ണുവിനെയും കൂട്ടി അവരവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം ബാമാകെ സങ്കടപ്പെട്ട് നിൽക്കുമായിരിക്കും. അതുകൊണ്ട് ശാലിനി പറയണേ, സത്യാമ്മ വിഷമിക്കുകയൊന്നും വേണ്ട. വിഷ്ണുവേട്ടൻ്റെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ വെച്ചാൽ അങ്ങനെയൊക്കെ പെരുമാറുന്നത്. വിഷ്ണുവേട്ടൻ്റെ ഉള്ളിൽ സത്യാമ്മയോട് ഉള്ള സ്നേഹത്തിനും ബഹുമാനത്തിനൊന്നും ഒരു കുറവും വന്നിട്ടില്ല. അതങ്ങനെ കുറവ് വരുന്നതും അല്ലല്ലോ. അന്നേരം ബാമ ഒന്നും പറയാതെ അവിടെ നിന്നും പോകുവാണ്. ഈ സമയം രോഹിത് പറയണേ, അല്ല ശാലിനി, 15 ദിവസത്തിനുള്ളിൽ കാർത്തികെ നമുക്ക് കണ്ടെത്താൻ പറ്റുമോ? പറ്റണം രോഹിത്തെ, എൻ്റെ വിഷ്ണുവേട്ടന് വേണ്ടി എനിക്ക് അവളെ എവിടെ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിലും കണ്ടെത്തിയേ പറ്റൂ. ഇനിയുള്ള ദിവസങ്ങൾ എനിക്ക് ഉറക്കമില്ലാത്തത് തന്നെയാണ്. എങ്ങനെയും കാർത്തികെ കണ്ടെത്തണം. കോടതി പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ അവൾ എനിക്ക് ഇവിടെ കൊണ്ടുവന്ന് ഹാജരാക്കണം. അങ്ങനെ പറഞ്ഞ് നിൽക്കുന്ന ശാലിനിയാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നീട് സ്റ്റേഷനിലെത്തുന്ന ചന്ദ്രബോസിനെയും വിഷ്ണുവിനെയൊക്കെയാണ് കാണിക്കുന്നത്. ഈ സമയം മധുശ്രീ വന്ന് സ്റ്റേഷൻ്റെ അവിടെ നിൽക്കുന്നുണ്ടാവും. അങ്ങനെ മധുശ്രീയെ കാണുന്നതും ചന്ദ്രബോസ് മനസ്സിൽ പറയണേ, ഓ ഈ മരണം കുറ്റം പറിച്ച് നേരത്തെ തന്നെ ഇവിടെ വന്നിരുന്നോ? ഇവളുടെ നോട്ടം അത്ര ശരിയല്ലല്ലോ. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ആരെ ജയിലിൽ വിടാനാണോ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്? എന്താണെങ്കിലും ചിരിച്ച് കൂടെ നിൽക്കാം, അല്ലെങ്കിലേ ഇവള് പത്തിയുണ്ട് എന്നെ തന്നെ കുത്തും. അങ്ങനെയൊക്കെ ആലോചിച്ച് നിൽക്കുവാണ് കേട്ടോ ചന്ദ്രബോസ്. എന്നിട്ട് വിഷ്ണുവിനോട് പറയണേ, എടാ വിഷ്ണു, നീ നിൻ്റെ പ്രിയപ്പെട്ട കളക്ടർ ഭാര്യ പറയുന്നതൊന്നും കേട്ട് ഈ അടുത്ത കാലത്ത് പുറത്തിറങ്ങാമെന്നൊന്നും വിചാരിക്കണ്ട. അല്പം ബുദ്ധിയും അതിൻ്റെ കൂടെ കുറച്ച് വക്രബുദ്ധിയും കൂടിയുള്ള ഒരു പോലീസുകാരൻ്റെ കയ്യിൽ ഇതുപോലൊരു കേസ് കിട്ടിക്കഴിഞ്ഞാണ്ടല്ലോ, പിന്നീട് 12 വർഷം കഴിഞ്ഞ് നിനക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. നിൻ്റെ കളക്ടർ ഭാര്യ എത്ര തന്നെ വിചാരിച്ചാലും നിന്നെ ഈ കേസിൽ നിന്ന് ഊരിക്കൊണ്ടു പോകാൻ പറ്റില്ല. അമ്മാതിരി വിധത്തിലാണ് ഞാൻ FIR മറ്റും തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അന്നേരം വിഷ്ണു പറയണേ, ഓ അത് ശരി, അപ്പോൾ ഇതൊരു ഗെയിം ആയിരുന്നു അല്ലേ? അതേടാ, ഗെയിം തന്നെയാണ്. ഗെയിമിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം ജയം. പക്ഷേ ഈ ഭാഗത്ത് നിങ്ങൾ എത്ര തന്നെ ശ്രമിച്ചാലും ശരി, ജയിക്കാൻ പോകുന്നത് നിൻ്റെ ഭാഗമായിരിക്കില്ല, ഈ ചന്ദ്രബോസിൻ്റെ ഭാഗമായിരിക്കും. അതുകൊണ്ട് തോക്കാൻ പോകുന്ന നീ അധികം കിടന്ന് വാദിക്കാതെ വേഗം തന്നെ തോൽവി ഏറ്റുവാങ്ങുന്നതാണ് നല്ലത്. അന്നേരം വിഷ്ണു പറയണേ, എന്താണെങ്കിലും ഞാനിപ്പോൾ മുങ്ങി നിൽക്കുവാണ്. അപ്പം പിന്നെ എനിക്ക് ഒന്നും കൂടി കളിച്ച് നോക്കിയല്ലേ പറ്റൂ സാറേ. ഓ അത് ശരി, അപ്പം നീ രണ്ടും കൽപ്പിച്ചാണല്ലേ? അതേ ബോസേ, ഞാൻ രണ്ടും കൽപ്പിച്ച് തന്നെയാ. ശരി, ഇവനെ കൂട്ടി അകത്തേക്ക് പോ. അങ്ങനെ പോലീസുകാരെ വിഷ്ണുവിനെയും കൂട്ടി അകത്തേക്ക് പോകുവാണ്. ഈ സമയം ചന്ദ്രബോസും മധുശ്രീയുടെ അരികിലേക്ക് ചെല്ലുവാണ് കേട്ടോ. ചിറ്റപ്പ, ആ ശാലിനി അവളുടെ പ്രാണനെ രക്ഷിക്കാനായിട്ട് തുനിഞ്ഞിറങ്ങിയിരിക്കുവാണല്ലോ. ഇനിയിപ്പോൾ അവൾക്ക് ആ വിഷ്ണുവിനെ പുറത്തിറക്കിയാലേ ഊണും ഉറക്കം തന്നെ ഉണ്ടാകുള്ളൂ. അതിനുവേണ്ടി അവൾ ഒരുമ്പിട്ടിറങ്ങിയിരിക്കുക. അവളുടെ ഈ പടപ്പുറപ്പാട് എങ്ങനെയെങ്കിലും തടയണം, അല്ലെങ്കിൽ അത് നമുക്ക് പണിയാകും. അന്നേരം ചന്ദ്രബോസ് പറഞ്ഞേ, അതങ്ങനെ നമ്മളെ കൊണ്ട് പെട്ടെന്നൊന്നും തടഞ്ഞു നിർത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വിഷ്ണുവിന് ശാലിനിയും ശാലിനിക്ക് വിഷ്ണു, അത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ധൈര്യം. രണ്ടിലൊരാൾ ഇല്ലാതായാലേ അവർക്ക് അതൊരടിയാകൂ, അല്ലാതെ ആരെയും നമുക്ക് തകർക്കാൻ പറ്റില്ല. ആ വിഷ്ണുവിൻ്റെ ആത്മവിശ്വാസം എടുക്കാൻ ഞാൻ പലതവണ ശ്രമിച്ചതാ, പക്ഷേ ഒന്നും നടക്കുന്നില്ല. ഈ സമയം മധുശ്രീ പറയുവാണ്, ചുറ്റുപ്പം പറഞ്ഞതാ ശരി. രണ്ടിലൊരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരാൾ ചാവാതെ തന്നെ ചത്തോളും. അന്നേരം ചന്ദ്രബോസ് പറയണേ, അങ്ങനെയാണെങ്കിൽ വിഷ്ണുവിനെ തീർക്കുന്നതാണ് നല്ലത്. അതാവുമ്പോൾ നാരീശാപം കിട്ടില്ലല്ലോ. അന്നേരം മധുശ്രീ പറയണേ, അതെ, വിഷ്ണുവേട്ടൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ശാലിനിക്ക് ജീവിക്കാൻ പറ്റുമോ?
വിഷ്ണു പോയതിൻ്റെ സങ്കടത്തിൽ നീറി നീറി അവൾ ഉരുകി ഉരുകി ബാക്കിയുള്ള ജന്മം കഴിക്കും. പിന്നീട് അധികം വൈകാതെ നമുക്ക് കളക്ടർ മാഡത്തിന് ഒരു റീത്തുമായിട്ട് പോയാൽ മതി. ഇപ്പോൾ ജയിലിൽ വെച്ച് തന്നെ വിഷ്ണുവിൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണം. അവനെ മുകളിലേക്ക് അയക്കണം. അതിനുവേണ്ടി ഞാൻ കുറച്ച് ആൾക്കാരെ ഇങ്ങോട്ടേക്ക് ഇറക്കാം. ജയിലിലെ ഗുണ്ടകളാ. കുറച്ച് മണിക്കൂർ ആ സെല്ലിലിട്ടാൽ മതി. അവന്മാർ വിഷ്ണു പോലും അറിയാതെ വിഷ്ണുവിൻ്റെ ജീവൻ പരലോകത്തിലേക്ക് വിട്ടോളും. അത് കേൾക്കുമ്പോൾ ചന്ദ്രബോസ് പറയണേ, എന്തിനാ അവന്മാരുടെ ആവശ്യം? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വിഷ്ണുവിനെ തീർക്കാനേ ഈ ഞാൻ തന്നെ ധാരാളം. അത് കേട്ടോ മധുശ്രീ ഒന്ന് ഞെട്ടുവാ. ചിറ്റപ്പനോ? അതെ. എന്താടി നീ വിചാരിച്ചേ? എനിക്ക് കുറച്ച് പ്രായമേ ഉള്ളൂ. പക്ഷേ ഒരുത്തിൻ്റെ കഥ കഴിക്കാനുള്ള ആരോഗ്യവും ത്രാണിയും ശക്തിയൊക്കെ എനിക്ക് ഇപ്പോഴും ഉണ്ട്. ചോര കണ്ട് അറപ്പ് മറിയവും തന്നെയായി ചന്ദ്രബോസ്. ഞാൻ വിചാരിച്ചാലേ വിഷ്ണുവിനെ ജയിലിലിട്ട് തീർക്കാനൊക്കെ ഈസി ആയിട്ട് തന്നെ നടക്കും. അതിനി പുറത്ത് നാളെ ഇറക്കിയാൽ അത് റിസ്ക് ആകും. അവന്മാർ വല്ല മണ്ടത്തരം കാണിച്ച് അത് പിന്നെ നമ്മുടെ തലയിൽ തന്നെ വരും. പൂർവികന്മാരുടെ പലരുടെയും ബലി ഞാൻ മുടക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചില ബലിക്കാക്കകൾക്കൊക്കെ എന്നെ കാണുമ്പോൾ ഒരു ചൊറിച്ചിലാണ്. അതുകൊണ്ട് വിഷ്ണുവിനെ കൊന്ന് അവൻ്റെ ബലിച്ചോറ് അതുങ്ങൾക്ക് അങ്ങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ചൊറിച്ചിലും ശാപവും അങ്ങ് മാറിക്കിട്ടും. ഇപ്പം ഞാനാണെങ്കിൽ കുറച്ച് ടൈറ്റിലാണ്. സുസ്മിതി ഇപ്പോൾ ജയിലിലാണല്ലോ. അവളുടെ ചിറ്റപ്പനായി പോയില്ലേ. അവളെ പുറത്തിറക്കാനായിട്ട് ഞാൻ കുറേ പൈസ പഠിച്ചു. ഇനി അവൾ തിരിച്ചു വന്നിട്ട് വേണം ആ പൈസയൊക്കെ ഒന്ന് തിരിച്ചെടുക്കാൻ. അന്നേരം മധുശ്രീ ചോദിക്കണേ, അല്ല സുസ്മിതയ്ക്ക് അടുത്തിടക്കെങ്ങാനും പുറത്തിറങ്ങാൻ പറ്റുമോ? അറിയില്ല, ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പലരുടെയും കാലും കായും പിടിച്ചൊക്കെ എങ്ങനെയെങ്കിലും അവളുടെ ജാമ്യമൊക്കെ ഒന്ന് ശരിയായിട്ട് കൊണ്ടുവരുമായിരിക്കും. ആ സമയത്തായിരിക്കും അവൾ ജയിലിൽ നിന്ന് അവർ പിച്ചിന്നും മാതിന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പറയുന്നത്. ഇപ്പോൾ അവളുടെ പ്രശ്നമേ അവളുടെ സെല്ലിലെ പോലീസുകാർക്ക് അവൾക്ക് വേണ്ടി പണിയെടുക്കാൻ വയ്യെന്ന്. അതിൻ്റെ പേരിൽ അവർ ഉപദ്രവിക്കാൻ പറ്റുവാണ്. അവൾ ജയിലിലായതോടെ എൻ്റെ വീടിൻ്റെ പണിയിൽ നിന്നു. ഇനി അവൾ പുറത്ത് വന്നിട്ട് വേണം അതൊക്കെ ഒന്ന് പൂർത്തിയാക്കാൻ. അന്നേരം മധുശ്രീ പറയണേ, ചിറ്റപ്പൻ എനിക്ക് വേണ്ടി വിഷ്ണുവിനെ ഈ ലോകത്ത് നിന്ന് തന്നെ ഇല്ലാതാക്കുവാണെങ്കിൽ ചിറ്റപ്പൻ ആഗ്രഹിക്കുന്ന പണം ആ സ്പോട്ടിൽ തന്നെ ഞാൻ തന്നിരിക്കും. നീ എത്ര രൂപ എനിക്ക് തരും? ചിറ്റപ്പന് പുതിയ വീട് പണിയണമെന്ന് പറഞ്ഞില്ലേ, അതിനുള്ള മുഴുവൻ പണവും കിട്ടും. അങ്ങനെയാണോ? എങ്കിൽ നീ ഇത് റെഡിയാക്കി വെച്ചേക്ക്. ഉടനെ തന്നെ ആ വാർത്ത ഞാൻ നിന്നെ കേൾപ്പിക്കും. ആ സമയം മധുശ്രീ പറയണേ, എന്താണെങ്കിലും സുസ്മിതയും ഉടനെ തന്നെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമല്ലോ. ആ സമയം വിഷ്ണുവിൻ്റെ ചത്തു മലച്ചൊരു ഫോട്ടോയും കൂടി നമുക്ക് എടുത്തു വെക്കാം. പുറത്തിറങ്ങുന്ന അവൾക്ക് ആ കാഴ്ച കണ്ട് സന്തോഷിക്കാമല്ലോ. അങ്ങനെ പറഞ്ഞ് അവർ രണ്ടാളും കൂടി വിഷ്ണുവിനെ കൊല്ലാനായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ചന്ദ്രബോസ് ലോക്കപ്പിൽ കിടക്കുന്ന വിഷ്ണുവിൻ്റെ അരികിലേക്ക് ചെല്ലുവാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ചന്ദ്രബോസിന് വിഷ്ണുവിനോട് വല്ലാത്തൊരു സ്നേഹം. ചന്ദ്രബോസ് പറയണേ, അതെ, നിങ്ങൾ വിഷ്ണുവിനോട് കുറച്ചുകൂടി മാന്യമായിട്ടൊക്കെ പെരുമാറണം. ഒന്നുമില്ലെങ്കിലും നമ്മുടെ കളക്ടർ മാഡത്തിൻ്റെ പ്രാണനല്ലേ ഇവിടെ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റേതായ ഒരു മാന്യതയും ബഹുമാനവും ഒക്കെ കാണിക്കണമല്ലോ. എൻ്റെ ഭാഗത്ത് ഇതുവരെ മോശമായിട്ടുള്ള പ്രതികരണവും വിഷ്ണുവിനോടുണ്ടായത്. പണ്ടത്തെ ചില ചുരുക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നും ഈ ശത്രുതയും വൈരാഗ്യമൊക്കെ മനസ്സിൽ വെച്ചിട്ട് എന്ത് കാര്യമുള്ളത്? ഈ സമയം ഇതൊക്കെ കേട്ടിട്ട് വിഷ്ണുവിന് സംശയം തോന്നുക. വിഷ്ണു മനസ്സിൽ പറയണേ, ഇയാൾക്കിതെന്ത് പറ്റി? എന്തൊരു അഭിനയോ ഇതും. എന്തോ ഒരു ഗൂഢലക്ഷ്യം മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഈ അഭിനയമൊക്കെ ആ മധുശ്രീയെ കണ്ടതിന് ശേഷം ഈ മാറ്റമുള്ളത്. എന്തോ ഒരു പണി വരാൻ പോകുന്നുണ്ട് എന്ന് വിഷ്ണു മനസ്സിലിങ്ങനെ ആലോചിച്ച് നിൽക്കുവാണ്. ഈ സമയം ചന്ദ്രബോസ് പറയണേ, ഈ സെല്ലങ്ങ് തുറന്നേ. അതെ അനിയ, സെല്ലിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് പറയണം. നമുക്ക് അതിന് വേണ്ട അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്യാം. പോലീസ് വക സെല്ലാണ്. ഒരു പായ മാത്രമേ കിട്ടൂ. കട്ടിലൊന്നും കിട്ടില്ല. പിന്നെ കൊതുക് ശല്യം ഉണ്ടാവും. അതിനൊരു കൊതുക് തിരി കത്തിച്ച് പരിഹരിച്ചു തരാം. അതെ, ഈ സെല്ലിൽ ഒരു കൊതുക് തിരി കത്തിച്ചു കൊടുത്തേക്ക് എന്ന് പോലീസുകാരനോട് പറഞ്ഞു കൊടുക്കുവാണ്ടോ ചന്ദ്രബോസ്. ഇപ്പോൾ ഉറങ്ങാനുള്ള സൗകര്യങ്ങളൊക്കെ ആയില്ലേ. പിന്നെ ഭക്ഷണം, വിഷ്ണുവിന് ഏത് ഭക്ഷണമോ കഴിക്കാൻ തോന്നുന്നതെന്ന് വെച്ചാൽ ഇവരോട് പറഞ്ഞോ. അതിവർ എവിടെ നിന്നാണെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കും. ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഭക്ഷണവും കിടക്കാനുള്ള സൗകര്യവുമാണല്ലോ വേണ്ടത്. എൻ്റെ ഭാഗത്ത് നിന്ന് കളക്ടർ മാഡത്തിൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടി ഇത്രയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്കറിയാം ഇപ്പോൾ വിഷ്ണുവിൻ്റെ മനസ്സിലുണ്ടാകുന്ന സംശയം. ഇതൊക്കെ എൻ്റെ ഒരു നാടകമാണെന്നായിരിക്കും വിഷ്ണു വിചാരിക്കുന്നത്. വിഷ്ണു എന്ത് വേണമെങ്കിലും വിചാരിച്ചോ. പക്ഷേ ഇതൊക്കെ ഞാൻ ആത്മാർത്ഥതയോടെ തന്നെയാണ് പറയുന്നത്. എടോ, ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട. വിഷ്ണുവിന് എന്ത് ഭക്ഷണമോ വേണ്ടതെന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അത് വാങ്ങിച്ചു കൊടുത്തേക്ക്. അങ്ങനെ പറഞ്ഞ് ചന്ദ്രബോസ് അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം അവരൊക്കെ അന്തം വിട്ട് നിൽക്കുക. എന്നാലും ചന്ദ്രബോസ് സാറിന് ഇതെന്ത് പറ്റി? ഇങ്ങനെയൊക്കെ ഒരാൾ മാറുമോ? അങ്ങനെ പറഞ്ഞ് അന്തം വിട്ട് ആലോചിച്ച് നിൽക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു ചതിയുണ്ടെന്ന് മനസ്സിൽ വിചാരിച്ച് നിൽക്കുവാണ് വിഷ്ണുവും. അപ്പോൾ ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.